ഇനിയിപ്പോൾ നെഗറ്റീവ് ഇടുന്ന ആൾക്കാർ കൂടുതൽ, അതായത് പ്രൊഫൈൽ ഇല്ലാതെ വരിക. ബാഡ് കമൻറ്റ് വന്നോട്ടെ, കാരണം ഞാൻ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കി വെക്കണ തന്നെ കമൻറ്റ് വരാനാണ്. അത് അവർക്ക് അവരുടെ രീതിയിൽ കമൻറ്റ് ഇടാം. ഇനിയിപ്പോൾ ബാഡായിട്ട് ഇടാം, നല്ലതായിട്ട് ഇടാം, പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കണില്ല. നമുക്ക് അങ്ങനെ കിട്ടു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ കയറുന്നുണ്ട്, നമുക്ക് കാണുന്നുണ്ട്. ആ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല നമ്മൾ റിയാലിറ്റി. അത് ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കോപ്രാതരങ്ങൾ, റിയാലിറ്റി. രണ്ടാളും പിന്നെ ഷോപ്പും, ഓനിക്ക് ഷോപ്പും കാര്യങ്ങളുണ്ട്, എനിക്ക് പിന്നെ ബിസിനസ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ മലപ്പുറം നിലമ്പൂര് വൈക്കടവ്. ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, ഞങ്ങൾ ചെറുപ്പം തൊട്ടേ കളിച്ചു വളർന്ന ആൾക്കാരാണ്. ഇങ്ങനൊരു പാട്ട്, ആ വൈറലായ പാട്ട് തന്നെ സെലക്ട് ചെയ്യുക, ആത്മാവ് പോകുന്ന ആ പാട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം അതായത് നമ്മളിപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് നമ്മൾ നോക്കുന്നത്. ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ അതിനൊരു എന്തായാലും ഒരു വെറൈറ്റി വേണം, ആരും ചെയ്യാത്തൊരു രീതി വേണം. അപ്പോഴാണ് ആളുകൾ ഇതാക്കുള്ളൂ. അപ്പോൾ ആ റൂഹ് പോകും, അതിലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ആ റൂഹ് പോകുന്ന പോക്ക്. ആ പോക്കിൻ്റെ അതിലും ആ കമൻറ്റിന് 2000 മേലെ 3000 ഇത് കിട്ടിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ, അതായത് ലൈക്കിനേക്കാൾ കൂടുതൽ ഷെയറിംഗ് ആണ് നമുക്ക് വേണ്ടതും. കാരണം നമ്മൾ ഷെയർ ചെയ്ത് പോകുമ്പോഴല്ലേ നമ്മൾ ആൾക്കാർ അറിയുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ ഇതാണ്, അതായത് അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കണ്ടന്റിൽ പോകുന്ന പാട്ടുകളാണ് അത്. അപ്പോൾ ആ ഒരു രീതിയിൽ അത് മാത്രമൊന്നുമല്ല, പിന്നെ വേറെയും എന്നെ ട്രോളിയ വീഡിയോസ് തന്നെ 2 മില്യൺ 3 മില്യൺ ഒക്കെ പോയ വീഡിയോസ് ഉണ്ട്. യെസ്, അതാണ് ഞാൻ ആദ്യം നമ്മൾ ഇങ്ങനെ നോക്കിയത്. അതായത് ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഒരിക്കലും ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ. സോ അതൊരു ന്യൂ ട്രെൻഡ് അല്ലേ, അപ്പൊ സാധനം കയറി കൊളുത്തും, അവന് ബെനിഫിറ്റ്. പിന്നെ ഇതിൽ എനിക്ക് ഇതിൽ വെച്ചാൽ ഇപ്പം പല ആൾക്കാരും പറയലുണ്ട്, ഇതിങ്ങനെ വേറെ നിങ്ങളെ ട്രോൾ ചെയ്ത് കൊണ്ട് എന്താ നിങ്ങൾക്ക് ഉണ്ടോ. ആ ട്രോൾ ചെയ്തതിന് ഉദാഹരണം ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ നമ്മളെ വീട്ടിൽ ട്രോൾ ഞാൻ ആ ടൈമിലാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത്, എന്നെ കാണിക്കണേ. അപ്പോൾ അവിടുന്ന് കാരണം ഞാൻ ഫസ്റ്റ് കാണണത് എനിക്ക് വേറെ അടുത്തും എൻ്റെ കൂട്ടുകാരൻ കാണിച്ചു തരാണ്. നമ്മളെ ശരിക്കും എൻജോയ് ഉണ്ട്. നല്ല രസത്തിൽ ട്രോളുമ്പോൾ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യും. വൾഗറായിട്ട് ട്രോളുമ്പോൾ നമുക്ക് ഒരു ചെറിയ വിഷമം ഉണ്ടാകേണ്ടത് ഉണ്ടാകുള്ളൂ. ഇതൊക്കെ അടിപൊളിയായിട്ടുള്ള അങ്ങനല്ല, വൾഗറായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. ഈ സിനിമ പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കേസല്ല. കാരണം എന്ത് വന്നാലും നെവർ മൈൻഡാണ്. അവൻ അങ്ങനത്തെ കാര്യങ്ങൾ മൈൻഡേ ചെയ്യാറില്ല. അങ്ങനത്തെ ഒരു ഇല്ല കാര്യം പറയാം. അതിൽ പിന്നെയും കമന്റ്, അത് ഒരു ബാഡ് കമന്റ് വന്നാൽ, അതായത് കൂടുതലായിട്ട് നമ്മളെ അതായത് ഒരു അറ്റാച്ച് ചെയ്ത് കണ്ടില്ല കമന്റും കാര്യങ്ങളൊക്കെ വന്നാൽ ബാഡായിട്ട് വന്നാൽ പ്രതികരിക്കുന്ന ആൾ പോകാനാണ്, ഞാനല്ല. കാരണം ഞാൻ പ്രതികരിക്കൂല, ഞാൻ പറയും അത് വിട്ടളാ, അപ്പോൾ പറയാം അങ്ങനെ വിടാൻ പാടില്ല, എന്നിട്ട് അതിന് അവിടെ തന്നെ റീപ്ലൈ കൊടുക്കും. നമുക്ക് ഭയങ്കര വൾഗറായിട്ട് നമ്മളോട് ചിലപ്പോൾ ചോദിക്കുമ്പോൾ സ്പോട്ടിൽ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കും. ഓൻ അതും ചെയ്യൂല. അതല്ല, എന്തിനു നമ്മളങ്ങനെ ചെയ്യണേ? കാരണം നമ്മൾ കമന്റ് ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് അവർ ചെയ്തോട്ടെ. അതായത് അവർ ചെയ്യും തോറും നമ്മളെ വീഡിയോ റീച്ച് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അതുകൊണ്ടാണല്ലോ ഈ നിലയിൽ ഇവിടെ എത്തിയത്. ഇവർ ഈ കമന്റും കാര്യങ്ങളും ഷെയറിങ്ങും ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ ഒരവസരം കിട്ടിയതും. ഇപ്പോൾ ഇതുപോലെ തന്നെ 2-3 പ്രൊമോഷൻ വീഡിയോ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ കാത്തു നിൽക്കുകയാണ്, എന്താ ചെയ്താണ് ആവട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാലോ. ചെയ്തു കൊടുക്കും, എല്ലാവർക്കും ചെയ്തു കൊടുക്കും, കാര്യങ്ങളൊക്കെ ആക്കും. ഏതായാലും ഇനിയും നല്ല വീഡിയോസുകൾ, ഇതുപോലെ നല്ല വീഡിയോസ് എന്ന് വെച്ചാൽ ബാഡായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ബാഡായിട്ടുള്ള വീഡിയോസും വരും, നല്ലതാണെങ്കിൽ നല്ലതായിട്ടുള്ള വീഡിയോസും ഇനി മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാവും. പിന്നെ എന്തുണ്ടെങ്കിലും നമ്മൾ അവസരത്തിനനുസരിച്ച് മാറും. ഇപ്പോൾ എല്ലാവരും ഈ വീഡിയോസിനെ കുറച്ചുണ്ടെങ്കിൽ ആൾക്കാർക്ക് മടുക്കും, യാദൃശ്ചികം. അപ്പോൾ നമ്മൾ വെറൈറ്റി മാറ്റും, അപ്പോൾ വേറെ രീതിയിലേക്ക് ട്രെൻഡിങ്ങും പോകും. ആ ഒരു വൈബാണ്. എൻ്റെ വീഡിയോസ് കാണാനായിട്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഈ വീഡിയോസ് അവർ കാണും. പക്ഷെ ഇവർക്ക് കൂടുതൽ കാണേണ്ടി കമന്റ് ബോക്സ് ആണ്. കമന്റ് ബോക്സ് കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്, എന്നോട് പറയുന്നുണ്ട് അങ്ങനെ. അപ്പോൾ നമ്മൾ വീഡിയോ അപ്പോഴും കാണാമല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ അവർക്കൊരു സന്തോഷം കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ നെഗറ്റീവ് ഇടുന്ന ആൾക്കാർ കൂടുതൽ, അതായത് പ്രൊഫൈൽ ഇല്ലാതെ വരിക. ഇതുവരെ ഇത്രയും കാലമായിട്ട് ഇനി വീഡിയോ ചെയ്തിട്ട് ഇനി എത്ര വലിയ കമന്റ് വന്നാലും, കാരണം അവരെന്താ വെച്ചാൽ അവർക്ക് നമ്മളെ യഥാർത്ഥ ക്യാരക്ടർ അറിയില്ല. അപ്പൊ ഇനിയിപ്പോ ഇതല്ല, ഇതിന്റെ അപ്പുറത്തെ കമന്റ് കാര്യമില്ല. ഇവരിടുന്ന കമന്റ് അല്ലേ, അല്ലാതെ നമ്മളെ മേത്തിൽ ഒന്നും ഉപദ്രവിക്കില്ലല്ലോ. കമന്റ് എന്ന് പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ കണ്ടു, പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ. ഒരു കമന്റ്, കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി, അത് തൊലിക്കട്ടി അല്ല, ഗഡ്സ് അല്ലേ. പബ്ലിക്കായിട്ട് ഒരാളെ മുമ്പിൽ അവർക്ക് വയ്ക്കുവോ? അവര് കാണിക്കണം? ഇല്ല, ചെയ്യൂല. ഞാൻ കാണിക്കും. പബ്ലിക്കിൽ എന്താ വെച്ചാൽ പബ്ലിക് കളിച്ചാൽ ഇപ്പോൾ അത് ആലോചിച്ചപ്പോൾ സിനിമ അഭിനയിക്കുമ്പോൾ എത്രയോ പബ്ലിക്കിന്റെ മുന്നിൽ നിന്ന് അവർ അഭിനയിക്കണേ അല്ലേ. പിന്നെന്താ നമുക്ക് അഭിനയിച്ചാൽ. കാരണം എനിക്ക് എന്താ, ഞാൻ ഒന്നാമത് ഈ മിമിക്രി കാര്യങ്ങളൊക്കെ അതിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് ഞാൻ.
പിന്നെ ആ ഒരു ചെറിയൊരു വാസന ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ചെയ്യാറുണ്ട്. മെയിൻ പറഞ്ഞാൽ പല ആൾക്കാരുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിന് എൻ്റെ സൗണ്ടിൻ്റെ സാമ്യമായിട്ടുള്ള ആളാണ് വിനയ് ഫ്രൂട്ട്. അതായത് മച്ചാനെ ഞാനൊരു കാര്യം പറയാം. അതായത് നിങ്ങൾ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ നോക്കി ഇരുന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ റിയാലിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്താ പേരെന്താ പറഞ്ഞേ? അനുഷ, ഞാനൊരു കാര്യം പറയട്ടെ. അതായത് നല്ല സ്പിരിറ്റായിട്ട് എടുക്കണം. ജാവ സിമ്പിൾ പവർഫുൾ അല്ലേ? അവൻ ആക്ച്വലി എന്താന്ന് വെച്ചാല് അവന് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തായാലും ബിഗ് സ്ക്രീനിൽ കാണും. അത് അവൻ അത്ര ആഗ്രഹമുള്ള ഒരാളാണ്. സോ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എന്തായാലും നടക്കൂലേ? അതെ, എന്തായാലും അതെല്ലാരും ഡ്രീം അല്ലേ? സ്വപ്നം. അതും പിന്നെ നമുക്ക് നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ? പാഷൻ അല്ലേ? അതെ, അത് പാഷൻ. നമ്മൾ കാര്യങ്ങൾ വരണ്ട് സിനിമയിലൊക്കെ ആണ് നമ്മൾ അത് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% അതിൽ പോകും. അല്ല നമ്മളെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ലെവലും ഇങ്ങോട്ടും മാറും. നശിപ്പിച്ചു. പൊന്നപ്പാ തങ്കപ്പനടാ എന്തോ തല്ല് എടിക്കടാ അവന്റെ കയ്യും കാതും. അനുഷ പപ്പിക്കുട്ടിയാടോ. പിന്നെ മിമിക്രി നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് ഒരു ഇതിപ്പോ പെട്ടെന്ന് നിൽക്കുന്നതാണ്. അത്ര കൺഫേം ആണെന്നില്ല. ടച്ച് വിട്ട് ഞാൻ അങ്ങനെ എപ്പോഴെങ്കിലും നമ്മൾ കല്യാണ പരിപാടി കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോകുമ്പോഴേ കളിയുള്ളൂ. പക്ഷെ ഞാൻ സ്കൂളിൽ സർട്ടിഫിക്കറ്റ് ഒരുപാടുണ്ട്. 10ാം ക്ലാസ് വരെ ഞാൻ നല്ല മിമിക്രിയിൽ എല്ലാത്തിനും ഫസ്റ്റ് ആണ് കിട്ടിയില്ലേ. അതിൽ എൻ്റെ സൗണ്ടിന് സാമം തോന്നുന്ന സൗണ്ടാണ് ഈ അടുത്ത് ഞാൻ പറഞ്ഞ വിനയ് ഫോട്ടൻ്റെ. അത് പെട്ടെന്ന് കിട്ടും എനിക്ക് പെട്ടെന്ന് കിട്ടും. അതായത് നമ്മളെ പെട്ടെന്ന് ഒരു ബാസ് കുറച്ച് കൂട്ടി കഴിഞ്ഞാൽ, അതായത് മച്ചാന ഞാനൊരു കാര്യം, ആ ഒരു ബാസിലാണ് കിട്ടുന്നത്. അവർ വൈബ് എടുക്കും. പിന്നെ എടുക്കും. പിന്നെ ഒരുപാട് ആൾക്കാർ എടുക്കലുണ്ട്. ഇപ്പം അങ്ങനെ നമ്മൾ അതിനായിട്ട് ഒരുങ്ങണം. നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇപ്പോൾ ഒരു സ്റ്റേജിൽ പോകണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കും, പ്രാക്ടീസ് ചെയ്യും. ഇതിപ്പോൾ പെട്ടെന്ന് വന്നുകൊണ്ട് നമുക്ക് എന്നാലും കഴിയുന്ന രീതിയിൽ ആ ലെവലിൽ. അതാ പറഞ്ഞ കുറെ ഇപ്പൊ ടച്ച് വിട്ടിട്ട് അതുകൊണ്ടാണ് അവൻ ഒരുപാട് ചെയ്യുന്നതാണ്. പിന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ 500 എൻ്റെ ഭാര്യലക്ഷ്മി മുഖത്ത് പറഞ്ഞിരിക്കാൻ മനസ്സിലോ പറയൂ ആശ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. അതുണ്ട്.